ഹലോ കൂട്ടുകാരെ, നമ്മൾ കുഞ്ഞമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ഒരു സാധനം കണ്ടേക്കുവാണ്, നമ്മുടെ കമ്പിളി നാരങ്ങ. അപ്പോൾ ഇത് കുറേ കാലമായി കഴിച്ചിട്ട് അങ്ങനെ അതിലത്തെ ഒരെണ്ണം നമ്മൾ അവിടെ നിന്ന് പൊക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നേരെ ചിത്രചേച്ചിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്ത് അത് പൊളിച്ച് ക്ലീൻ ചെയ്ത് തരണേന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാൻ ഈ സാധനം കഴിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ ഫാമിലീസ് എല്ലാവരും കൂടെ ചുമ്മാതെ അവിടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഡബിളൊളിക്കൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നന്ദു മോനെ വലിയമ്മച്ചി പാട്ടൊക്കെ ഇങ്ങനെ പാടി കൊടുക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ അത് കേട്ടിരുന്ന് ആസ്വദിക്കുകയാണ് അവിടെ ഇരുന്ന്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകണം എന്നുള്ള രീതിയാണ്. അപ്പോൾ അങ്ങനെ വേഗം തന്നെ ചടപടയുന്ന ആഹാരമൊക്കെ എല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ 3 മണിക്കുള്ള ബസ്സിനാണ് നമുക്ക് തിരിച്ച് പോകേണ്ടത്. അതുകൊണ്ട് എല്ലാവരും സ്പീഡിൽ ആഹാരം കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫാമിലീസ് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ഫാമിലി. അപ്പോൾ ഇനിയും കുറേ ആൾക്കാർ ആടാകാനുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഇട്ടേക്കുന്ന ഡ്രസ്സാണ്, അന്ന് മീഷോയിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് കാണണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ നമ്മൾ വെറ്റ്ലാൻഡിലോട്ടാണ് നമ്മൾ എത്തിയേക്കുന്നത്. അപ്പോൾ കുഞ്ഞാപ്പിക്കും അമ്മൂസിനുള്ള ഡ്രസ്സ് എടുക്കാനായിട്ടാണ് അവിടെ ചെന്നേക്കുന്നത്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ എനിക്ക് അവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ ചെല്ലുന്നത്. നമ്മൾ ഹരിപ്പാട്ടോട്ടൊന്നും അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറിയതാണ്. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല, അന്യായ സെലക്ഷനാണ് അവിടെ. അപ്പോൾ കുഞ്ഞാപ്പിക്കും അമ്മൂസിനും ഉള്ള ഡ്രസ്സാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുഞ്ഞാപ്പിയുടെ ഡ്രസ്സെല്ലാം നോക്കുവാണ്. കുഞ്ഞാപ്പിക്ക് നമ്മൾ എടുക്കുന്ന ഡ്രസ്സ് ഒന്നും വേണ്ട. അവിടെ ചെന്നവർ പിന്നെ പ്രതിഭയുടെ റായും ഒക്കെ എടുത്ത് ആ റായിക്ക് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ കുഞ്ഞാപ്പിക്കും ഒരു ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ ടോപ്പൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ പിണങ്ങിപ്പോയി നിൽക്കുവാണ് പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് എടുക്കാഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിൻ്റെ ഡ്രസ്സ് ഇട്ട് പുള്ളിക്കാരിക്ക് ചേരത്തതും ഇല്ല. അപ്പോൾ അതിൻ്റെ സീക്വൻസും കാര്യമൊക്കെ കണ്ടപ്പോഴാണ് ഇഷ്ടപ്പെട്ടെടുത്ത്. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ഡ്രസ്സാണ് കുഞ്ഞാപ്പിക്ക് എടുത്തത്. അപ്പോൾ പുള്ളിക്കാരിക്ക് കറങ്ങുന്ന ഡ്രസ്സ് വേണം, കറങ്ങുന്നത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അതിനൊരു ബഹളമായിരുന്നു അവിടെ. പിന്നെ അങ്ങനെ ലാസ്റ്റ് ആ ഒരു ഡ്രസ്സ് എടുത്ത് അപ്പോൾ അതിൻ്റെ കൂടെ കുഞ്ഞാപ്പിയുടെ ഒരു കൂട്ടുകാരിയെ കണ്ടു. അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവർ രണ്ടുപേരോട് ഇരുന്ന് കാര്യം പറച്ചിലും ഒക്കെയാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ബില്ലൊക്കെ അടിച്ച് നേരെ അങ്ങനെ നമ്മൾ സാധനം മേടിക്കാനായിട്ട് പോയിക്കോണം. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കടയിൽ. പക്ഷേ നല്ല സെലക്ഷനാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ കടയിൽ. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് ബസ് സ്റ്റാൻഡിലോട്ട് നടന്നു പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.